ചേച്ചി ആ വാഷിംഗ് മെഷീനകത്ത് കുറച്ച് തുണി കിടപ്പുണ്ട്. ആ ശരി. പിന്നെ കുറച്ച് പാത്രങ്ങളും ഉണ്ട്. ഇനി നിന്ന ലേറ്റ് ആവും. ശരി. ആ ആ ചേച്ചി, ആ ആ ഫുഡ് നന്നാക്കാൻ വേണ്ടി ഒരാൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു കീ കെയർടേക്കറിൻ്റെ കയ്യിൽ കൊടുത്തേക്കാം, ഒന്ന് നോക്കിയാൽ കേട്ടോ. ശരി മോളെ. പറഞ്ഞ പോലെ ന്യൂ ഇയറിന് വില്ല അസോസിയേഷന് ചെറിയ പരിപാടി ഉണ്ടാവില്ല. ഗുഡ് മോർണിംഗ്. പറഞ്ഞ പോലെ ഉണ്ടാവില്ലേ? ഓക്കെ ഓക്കെ. വീടിൻ്റെ ചാവിയാണ്. കിച്ചൺ വർക്കിന് വേണ്ടിയിട്ട് ഒരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അയാൾക്ക് കൊടുത്തു. ശരി മേഡം. കറങ്ങിയോ? അവിടേക്കാ? കറങ്ങിയോ? ഓക്കെ ഓക്കെ. എൻ്റെ ഹലോ എന്നാ മാഡം? ഞാൻ കിച്ചൻ കയറി നിന്നാണ് വിളിക്കണേ. കിച്ചൺ കയറിന്നാണോ? അതെ, ഞാൻ അതേ വില്ലയുടെ അടുത്തുണ്ട്. ഗേറ്റിനടുത്താണോ? ആ ഞാൻ ആ ചാവി കെയർടേക്കറിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ആ ആ ആ ഓക്കെ മാഡം. ഓക്കെ ഓക്കെ. ചേട്ടാ, എന്നാ മാഡത്തിന് വീണ്ട ചാവി. പേര്? എൻ്റെ പേര് ശ്രീകുട്ടൻ. വണ്ടി നമ്പർ? 2277. ഫോൺ നമ്പർ? 7561849488. ആധാറിൻ്റെ കോപ്പിയെല്ലാം വേണോ? വേണ്ട അല്ലേ? ആരുമില്ലേ? കേരളത്തിൽ ആ ഹലോ. അയ്യോ, നീ ഏതാ ചെക്ക? നീ ഏതാന്ന്? ഫുഡ് കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ? ഫുഡോ? എന്ത് ഫുഡ്? ചിമ്മിണിയുടെ ഫുഡ്. ഓ, മോള് പറഞ്ഞായിരുന്നു. ബാ. കുരിപ്പ്. നിന്റെ പേരെന്താ? എൻ്റെ പേര് ശ്രീകുട്ടൻ ചേച്ചിയെ. ദാ, എന്താണെന്ന് വെച്ചാൽ കംപ്ലൈന്റ്? അതിന്റെ ഫാൻ എന്തോ വർക്ക് ചെയ്യുന്നില്ല എന്നാ മോള് പറഞ്ഞ. ഫാനോ? എന്നാ നീ അത് ശരിയാക്ക. ചേച്ചിയെ, ചേച്ചി, ആ ഇവിടെ കറണ്ട് ഇല്ലല്ലോ. കറണ്ട് ഇല്ലേ? ഇല്ല, ഇത് നോക്കി. ഇതേ കറണ്ട് ഇല്ല. ശരിയാണല്ലോ. ഇന്ന് വൈകിട്ടേ കറണ്ട് വരുള്ളൂ. ഞാനത് മറന്നുപോയി.
അത് പണിയാവൂല. ഇവിടെ ഇൻവെർട്ടർ ഒന്നുമില്ല ചേച്ചിയെ? അതും കേടാ. ഇവിടെ എല്ലാം കേടാണല്ലേ. ആ പ്രേംസൻ ചേട്ടാ. ആടാ പറടാ. ആ ഞാൻ മാഡത്തിന് വീടിന് അവിടെ ഉണ്ട്. ഇവിടെ കറണ്ട് ഇല്ലല്ലോ. ആണോ? ഞാനിത് പെൻഡിങ്ങിലിട്ടിട്ട് ഞാൻ വേറെ സൈഡിലേക്ക് പോയിക്കോട്ടെ? അത് വേണ്ട, അത് സിയാറൻ കോളാണ്. നീ ഇത് തീർന്നിട്ട് വേറെ വർക്കൊന്നും എടുക്കണ്ട. ഓക്കെ, എന്നിട്ട് നീ വീട്ടിൽ പോകും. ആ ശരി ശരി. എന്താ പറഞ്ഞേ? ഇത് കഴിഞ്ഞിട്ട് പോയാൽ മതി. എന്താ നീ ഇവിടെ ഇരിക്കും, ഞാൻ എൻ്റെ ജോലിയൊക്കെ തീർക്കട്ടെ. ആ ഹലോ, എന്താ മോളെ പാറൂട്ടി? ഇല്ലല്ലോ, കുറച്ച് ബിസിയാലോ. ഞാനിതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കട്ടെ? ആ ശരി. ഇങ്ങോട്ട് വന്നേ. ഇല്ല, ഞാൻ വരില്ല. ഇങ്ങോട്ട് വായോ. അങ്കിളിന് എന്നോട് ദേഷ്യല്ലേ? ദേഷ്യമൊന്നുമില്ലല്ലോ. ഇങ്ങോട്ട് വാ, ചോദിക്കട്ടെ. വാ. ആരാ അങ്കിളീ ചേച്ചി? ഇതോ? ഇതൊരു ചേച്ചി. അതാ ചോദിച്ചത്, ഇതാരാന്ന്. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. അങ്കിളിന് ചേച്ചിന് ഇഷ്ടാണല്ലേ? അതെങ്ങനെ നിനക്ക് മനസ്സിലായി? മൊത്തം ആ ചേച്ചിയുടെ വീഡിയോ ആണല്ലോ. ആ അതൊക്കെ പോട്ടെ. അവളുടെ പേരെന്തുട്ടാ? ഏഞ്ചൽ മരിയ. ഏഞ്ചൽ മരിയ. ഓ നൈസ് പേരാണല്ലോ. അല്ല, ഇന്ന് ഏഞ്ചലോടിക്ക് ക്ലാസ് ഒന്നുമില്ലേ? എന്റെ അങ്കിള് ഇന്ന് സാറ്റർഡേ അല്ലേ, ഇന്ന് ക്ലാസ് ഇല്ല. ആ ഇന്ന് സാറ്റർഡേ അല്ലേ? മറന്നുപോയി. അങ്കിളിന് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണണോ? ബെസ്റ്റ് ഫ്രണ്ടാ? ആ. പിന്നെന്താ, കാണാലോ. വാ. ഇതാ അങ്കിൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇതാണ് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്? കൊള്ളാട്ടാ. ഞാൻ വരച്ച പടങ്ങൾ അങ്കിളിനെ കാണിച്ചരട്ടെ? പടക്കം വരയ്ക്കോ? കാണാലോ. ഇന്നാ കൊള്ളാം മോളെ. ഇതെവിടേക്കാ? അതൊക്കെയുണ്ട്, വാ. മോളെ പതുക്കെ. നീ കളിക്കാനൊന്നും പോകാറില്ലേ? ഇല്ല അങ്കിളെ, എന്നെ ആരെയും കളിക്കാൻ കൊണ്ടുപോകാറില്ല. ആനാ? പപ്പയും മമ്മിയും കാലത്ത് തന്നെ പോവും, വൈകിട്ടേ തിരിച്ചു വരും. അപ്പ എന്നെ ആരെ കൊണ്ടുപോകും? നിന്നെ ഞാൻ കൊണ്ടോട്ടെ? ആണോ? സത്യം? സത്യം ആണോ? ചേച്ചിയോട് ചോദിക്കട്ടെ? അയ്യോ, ചേച്ചിയോട് ചോദിക്കണ്ട, ചേച്ചി വിടില്ല. എന്നാ നമുക്ക് പോയാലോ? പാ, പാം, പാ. പാം. ആ, ആ, ആ. ആ.
ഇത് ചേച്ചി ചേച്ചി അങ്കിൾ ഒരു 2 മിനിറ്റ് 2 ഏയ്, രണ്ട് മിനിറ്റ് മിനിറ്റ് ഒന്നുമില്ല. തമാശ കളിക്കരുത്. ഏയ്, ഒരു 2 മിനിറ്റ് ഇല്ല. എന്റെ പണി പോവും. തമാശ കളിക്കല്ലേ. ഏയ്, ആ, സമയമില്ല. വാ. പോ. ഇപ്പൊ പോയാൽ ശരിയാവില്ല. വീട്ടിൽ കേറാനും വേണം ഒരു പ്ലാൻ. ഓടിക്കോ. അയ്യോ, വാ, 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 വാ. ദേ, ചീഞ്ഞു. ദേ, വാ, ബുക്ക് എടുക്ക്, ബുക്ക്. ജിറാഫിന് കണ്ണ്. നിങ്ങൾ എവിടെയായിരുന്നു എവിടെയായിരുന്നു ഞങ്ങളിവിടെ ഉണ്ടാവില്ല. എങ്ങോട്ട് പോയേ? ആ നമ്മളെവിടേക്കും പോയില്ലല്ലോ. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. ഞങ്ങളെങ്ങോട്ടും പോയില്ല. ഞങ്ങളിവിടെ ഉണ്ടാവും. ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു എന്നറിയോ? ആണോ? എന്താ നിങ്ങൾ രണ്ടാളും വേർതിരിക്കുന്നേ? കറണ്ട് ഇല്ലല്ലോ. എന്താ ചൂട്. അതിന് കറണ്ട് വന്നല്ലോ. കറണ്ട് വന്നാ? ആ നീ പോയി നിന്റെ പണി നോക്ക്. കറണ്ട് വന്ന് പണി പാടി. മോള് വാ. ചേച്ചിയെ, ആ സാധനം റെഡിയുണ്ട്. സാധനം ഓണായുണ്ട്. അതിനകത്ത് ഫിൽറ്ററിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. അത് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ചേച്ചി എടുത്ത് പറഞ്ഞാൽ മതി. ശരി. ഇതിങ്ങനെയാണ് ഓണാക്കണത്. ഇതിൻ്റെ വർക്കിംഗ് എന്ന് വെച്ചാൽ ആ ഓണാക്കുക. ദേ ഇത് സ്പീഡ് 1 2 3 പിന്നെ ലൈറ്റ്. ഓക്കെ, അതൊക്കെ മോക്കറിയാം. ചേച്ചി ഇതൊക്കെ ഇനി എന്നാ പഠിക്കണം? ഇതൊക്കെ പഠിക്കണ്ടേ? എനിക്ക് എന്നാ? ജാവ വളരെ സിമ്പിളാണ്. ശരി ചേച്ചേ, ഞാൻ ഇറങ്ങാണ്. നിക്കടാ, വെള്ളം അത് കുടിച്ചു. കുഴപ്പമില്ല ചേച്ചിയെ. അവിടെ നിക്ക് ചേക്കാ. വേണ്ടായിരുന്നു. ഏ ആ ഇതോട് ആ അങ്കിള് പോവാണോ? അതേലോ, അങ്കിള് പോവാലോ. ഇനി ഒരിക്കലും തിരിച്ചു വരില്ലേ? ഇല്ലല്ലോ, പോയി കഴിഞ്ഞാൽ അങ്കിൾ എന്തിനാ തിരിച്ചു തന്നെ? അപ്പൊ ഇനി എന്നെ ആരാ പാർക്കിൽ കൊണ്ടുപോകുന്നേ? അയ്യേ, അതിനാണ് ഇങ്ങനെ മോൻ പിടിപ്പിച്ചിരിക്കണേ. അങ്കിളും മോളുടെ പപ്പയോടും മമ്മയോടും പറയാലോ. മോളെ കളിക്കാൻ കൊണ്ടുപോകാനും പാർക്കിൽ കൊണ്ടുപോകാനും ഒക്കെ അങ്ങോട്ട് പറയാട്ടോ. അതിന് അവർക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ. ചേച്ചി ഒരു മിനിറ്റ്. എന്താണ് ചേച്ചി അവർ തമ്മിൽ പ്രശ്നം? പക്വതയില്ലാത്ത പ്രായത്തിൽ ഓരോന്ന് ചെയ്തു കൂട്ടും. ഒരാവേശത്തിൽ കയറി കല്യാണവും കഴിക്കും. പുതുമുടിയുടെ ആരൊക്കെ മാറിക്കഴിയുമ്പോൾ, ഒരു കൊച്ചും കൂടി ആയി കഴിയുമ്പോൾ പിന്നെ രണ്ടും രണ്ട് കഴിക്കാവും. എന്ത് പറയാനാ ആ കൊച്ചിൻ്റെ വിധി. ശരി ചേച്ചി.
എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. താനാരാ? ഞാനിവിടെ കിച്ചൺ നന്നാക്കാൻ വന്നതാ. ഓ, പേയ്മെന്റ് നിങ്ങളാണോ? അയ്യോ അല്ല സാർ, ഇത് വേറൊരു കാര്യമാണ്. എന്നാ വാ. കയറുക. ഇരിക്കെ. പറ. സാറേ, ഇത് പറയാനുള്ള അർഹതയുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല സാറേ. സാർ, വൈഫായിട്ട് എന്തൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ പറഞ്ഞിരിക്കണം സാർ. കാരണം അതിനിടെ കിടന്ന കൊച്ചു ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് സാറേ. എണീക്കടോ. ഏ? എണീക്കടാ. സാർ, സാർ, സാർ. നിന്റെ ഓഫീസിലേക്ക് ഞാൻ ഒന്ന് വിളിക്കുന്നുണ്ട്. മാം പ്ലീസ്. കസ്റ്റമേഴ്സിനെ വിട്ടോട്ട് സ്റ്റാഫ്സിനെ ഇവിടെ നിന്ന് ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അറിയാം. സോറി. നീ എന്തിനാ പയ്യനോട് ചൂടായേ? ആ, ഞാൻ അവൻ പറയണ മുഴുവൻ കേട്ടോണ്ട് നിൽക്കണതാണ് നീ പറയണേ. അതിനാര് പറയുന്നതാ നീ കേട്ടിട്ടുള്ളേ? നിനക്ക് എല്ലാവരോടുള്ള ആറ്റിറ്റ്യൂഡ് ഇത് തന്നെയല്ലേ? നിന്റെ തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ഈഗോ, ഈ നശിച്ച ഈഗോ, അത് ആദ്യം കൊണ്ടേ കള. എന്നിട്ട് മറ്റുള്ളവർ പറയുന്ന അംഗീകരിക്കാൻ പഠിക്കുക. അതാണ് മാന്യത. നീ എന്നെ എത്ര വേണേലും തലയ്ക്ക് കാർത്തി. നിന്റെ പ്രശ്നം നമ്മുടെ മോളാണെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ പ്രഗ്നൻ്റ് ആയവരെ ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന്. എന്നെ കൺസൾട്ട് ചെയ്ത ഡോക്ടർ പറഞ്ഞിട്ട് പോലും നിനക്ക് വിശ്വാസമായില്ലല്ലോ. ഞാനൊന്നും ഇതുവരെ നിന്നോട് മറച്ചു വെച്ചിട്ടില്ല കാർത്തി. ഇത്രയും കാലം ഞാൻ എങ്ങനെ തള്ളി നീക്കിയെന്ന് നിനക്കറിയോ? നീ എന്നെ നോക്കിയിട്ട് എത്ര കാലമായി, നീ എന്നോടൊന്ന് മിണ്ടിയിട്ട് എത്ര കാലമായി. പക്ഷെ നീ മോളും ഇല്ലാത്ത ലൈഫിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ വഴിയില്ല കാർത്തി. എന്നമ്മോ വാ. രാവിലെ കാണിച്ച ഡൈവേഴ്സ് നോട്ടീസ് എവിടുന്ന? അതാ പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ. പൊട്ടി. അങ്ങനെ ആർക്കെങ്കിലും ഡൈവേഴ്സ് നോട്ടീസ് കിട്ടൂടി? ഞാനൊന്നും കണ്ടില്ലേ? വാ.